എന്നിട്ട് പരിപാടി മക്കൾ അങ്ങനെ 2 ദിവസത്തെ ട്രെയിൻ യാത്രയ്ക്ക് ശേഷം ഞാൻ വീണ്ടും സിലിഗുഡിയിലെത്തി. അങ്ങനെ 2 മണിക്കാണ് എത്തിയത്. പിന്നെ നോക്കുമ്പോൾ രാവിലെ എൻ്റെ വഴിക്ക് തന്നെ പിച്ചുപ്രാവ് വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് ഞായറാഴ്ചയാണ് ഇവിടെ ഒരു കാടിൻ്റെ ഉള്ളിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ സംഭവം എന്ന് അറിയില്ല. ഞാൻ വിചാരിച്ചു കാടിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഇത്ര നേരത്തെ പോകണമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ കാടെന്ന് പറഞ്ഞാൽ കൊടുങ്കാടാണ്, ഒരു രക്ഷയില്ലാത്ത കാടെന്ന് അറിയില്ലേ. നമ്മൾ മാത്രം വേറെ ആൾക്കാരും ഇല്ല. ആദ്യം ചെറിയൊരു ഭയമൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ കുഴപ്പമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൊണ്ട് പോയുമ്പോൾ അവിടുത്തെ അതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ കാവുകളുണ്ട്. അത് കണ്ടപ്പോൾ കുറച്ച് ധൈര്യമായി. കണ്ടില്ലേ, കുറേ തേയിലത്തോട്ടം, കുറേ പരിപാടിയൊക്കെ ആയിട്ട് കുറേ ആൾക്കാരുണ്ട് അതിൻ്റെ ഉള്ളിൽ. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ പക്ഷേ വരുന്ന വഴി എന്ന് പറഞ്ഞ ഒരാളുണ്ടാവില്ല. ഇവിടെ എത്തി കഴിഞ്ഞാൽ മാത്രം അങ്ങനെ കാണുള്ളൂ. അങ്ങനെ കുറച്ച് സമാധാനമായി. അങ്ങനെ പോകുമ്പോൾ കഴിഞ്ഞൊരു പാലം, ആ പാലം കണ്ടപ്പോൾ ഒന്നും കൂടി ബോധം. എന്താ വെച്ചാൽ മരത്തിൻ്റെ പാലം, ഈ താറ് മൊത്തമായിട്ട് അതിൽ ഇരുന്നാൽ പോയി കഴിഞ്ഞാൽ പെട്ടില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. അങ്ങനെ കൊടുക്കാൻ നമ്മൾ വിചാരിച്ച സ്ഥലത്തെത്തി. ഇതാണ് മക്കളെ കാടിൻ്റെ നടുക്കുള്ള മാർക്കറ്റ് കണ്ടില്ലേ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരുവിധം എല്ലാ തരം മീറ്റുകളും മദ്യം ചൂതാട്ടം ഫുള്ള് ഒരു രക്ഷയില്ലാത്തൊരു മാർക്കറ്റ് എന്ന് അറിയില്ലേ. നമ്മൾ ഗവൺമെൻറ്റിൽ പെർമിഷനോട് കൂടി ചെയ്യണം എന്നാണ് പറഞ്ഞു കേട്ടത്. അങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പരിപാടി തുടങ്ങാനായി. മീറ്റ് വാങ്ങിച്ച് കഴിഞ്ഞാൽ മീറ്റ് ഉണ്ടാക്കാൻ സെപ്പറേറ്റ് സ്ഥലമുണ്ട്, കള്ളു കുടിക്കുന്നവർക്ക് കള്ളു കുടിക്കാൻ, ചൂതാട്ടം ചെയ്യുന്നവർക്ക് ചൂതാട്ടം ചെയ്യുക ഫുള്ള്. അങ്ങനെ നമ്മൾ പിന്നെ ഒന്നും നോക്കിയില്ല, കുറച്ച് പോർക്ക് വാങ്ങിച്ചിട്ട് പോർക്കാണ്ട് ഉണ്ടാക്കി കൊടുത്തു. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ ഉണ്ടാക്കിരും. ഗ്രേവി കാര്യങ്ങളൊന്നും പേടിക്കണം കേട്ടോ, എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും. നമ്മൾ പോയി വാങ്ങുക, പറയേ കൊടുക്കുക. ഈ ഫുഡ് ഉണ്ടാക്കിയവർക്ക് ആകെ 100 രൂപ കൊടുക്കണ്ടോ ഫുഡ് ഉണ്ടാക്കാൻ. അങ്ങനെ പിന്നെ ഇവിടുത്തെ മെയിൻ സാധനം നാടനാണല്ലോ, നാടല്ലാണ്ട് പിന്നെ എന്ത് കളി. അങ്ങനെ 2 ചിമ്മിക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നേരെ സെറ്റായി പോർക്കാഞ്ച് ഒരു രക്ഷയില്ല, എന്ത് ടേസ്റ്റാണ്. പക്ഷേ ഗ്രേവി നല്ല കൂടുതലായിരുന്നു. നമുക്ക് ഗ്രേവിക്ക് വെച്ച് പിടിക്കാൻ എന്തെങ്കിലും വേണ്ട. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അപ്പുറത്ത് ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ചപ്പാത്തിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നപ്പോഴേക്കും കുറച്ച് ആൾക്കാരെ കമ്പനിക്കാരെ കിട്ടി. പിന്നെ ഒന്നും നോക്കിയില്ല, അവരായിട്ട് അങ്ങനെ കമ്പനി കൊണ്ട് അടി ഒരു രക്ഷയില്ലെന്ന് അറിയില്ലേ. അങ്ങനെ അവൻ പറഞ്ഞു നമുക്കിവിടെ കുറച്ച് സ്ഥലങ്ങളുണ്ട്, അങ്ങോട്ട് പോയിട്ട് വരാമെന്ന്. ചെക്കനാന്ന് വെച്ച് കഴിഞ്ഞാൽ താറിൽ കറങ്ങാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാറ്. അങ്ങനെ ചെക്കനെ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചിട്ട് നേരെ വെച്ച് പിടിക്കാൻ തന്നെ പോകാമെന്ന്. ഇതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല ഉണ്ട്, ഇതല്ലാണ്ട് പലചരക്ക് സാധനങ്ങൾ, ഡ്രസ്സുകൾ, അങ്ങനത്തെ ഫുൾ ഐറ്റംസ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നേരെ ഇറങ്ങി. നേരെ പറഞ്ഞൊരു പുഴ പോലത്തെ സംഭവം ഉണ്ടെന്നുകൊണ്ട് കാണാൻ വിചാരിച്ചിട്ട് പോയത്. നോക്കുമ്പോൾ ഇവിടേക്ക് അധികം ആൾക്കാരൊന്നും വരില്ല. ഇവൻ പിന്നെ ഇവിടുത്തെ ലോക്കലായിരുന്നു, സുഖമായിട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ വന്നിട്ട് ഒരു അമ്പലത്തിൻ്റെ അവിടെ കൊണ്ടുപോയി അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ പരിചയപ്പെടുത്തിയിട്ടാണ് വന്നിട്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, നമുക്ക് ആരുടെ ഫ്രണ്ട്സായാലും നമ്മുടെ ഫ്രണ്ട്സാണല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നേരെ ഒരു ഡാം ഉണ്ടായിരുന്നു. അങ്ങനെ ഡാമും കാണാൻ വിചാരിച്ചു. ചെക്കനും സന്തോഷമായിക്കോട്ടെ, നമ്മളായിട്ട് ഇതാക്കണ്ടല്ലോ. അങ്ങനെ വൈകുന്നേരം നേരമായിട്ടാണ്. അങ്ങനെ പിന്നെ പോവാ ഇവിടുന്ന് വീട് പിടിക്കേണ്ടതെന്ന് ചോദിച്ചു. അങ്ങനെ നേരെ നമുക്ക് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇനി നമ്മൾ ആ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ വരണം. അങ്ങനെ വീണ്ടും നമ്മളെ കാടിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ കയറി. അങ്ങനെ കാടിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ ഏകദേശം ഇപ്പോൾ എല്ലാവരൊക്കെ പോയി തുടങ്ങിയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വരുമ്പോഴേക്കും ഫുള്ള് ഇരുട്ടായി. നോക്കി ഇപ്പോൾ ശരിക്കും പേടിയാവുണ്ട്. രാവിലെ പോയപ്പോൾ അല്ല ഗംഭീര പേടി പോയി നേരത്ത്. അങ്ങനെ നേരെ വീട്ടിലെത്തി. വീട്ടിലെത്തി കഴിഞ്ഞ് പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ പറയണല്ലോ, മീൻ മുട്ട ഓംപ്ലേറ്റ് ചിക്കൻ വറുത്തത് കുശാൽ.